മറ്റൊരു കാര്യം, തന്ത്രിയുടെ അറസ്റ്റ് വന്നതിന് ശേഷം ബിജെപി തന്നെ രാഷ്ട്രീയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം തന്ത്രിയുടെ അറസ്റ്റിലെത്തി മന്ത്രിയിലേക്കൊന്നും പോകുന്നില്ല, പെട്ടെന്ന് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കോടതിയുടെ പരിപൂർണമായ നിരീക്ഷണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ തന്ത്രിയായിരുന്നാലും മന്ത്രിയായിരുന്നാലും ആരായിരുന്നാലും നിയമത്തിന്റെ മുന്നിലും കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ തീരുമാനപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. നമുക്ക് ഇപ്പോൾ തന്ത്രിയെല്ലാം അറസ്റ്റ് ചെയ്തതോടുകൂടി എന്താ ഒരു കാര്യം ബോധ്യപ്പെടുന്നത്? ഈ തന്ത്രിയിൽ എത്രയും നാൾ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കല്ലായിരുന്ന, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ ഒരു ഭരണത്ത് നിൽക്കുന്ന ആളിനേക്കാൾ മുകളിലുള്ള ഒരാളായിട്ട് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം അമ്പലക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി ആരും വരണ്ട. ബി ജെ പിക്കാർ ഈ ഉടനെ തന്നെ ഈ തന്ത്രിയുടെ വീട്ടിൽ പോകുന്നു, ഉടനെ തന്നെ ബി ജെ പിക്കാർ പ്രതിഷേധം ആചരിക്കുന്നു. അതിലെന്താ ന്യായീകരിക്കുന്നത്? വ്യക്തമായി ഒരു LKG UKG പഠിക്കുന്ന കുട്ടികളെല്ലാം അന്വേഷണം നടത്തിയിരിക്കുന്നത്. കോടതി നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷനല്ലേ, പ്രത്യേക അന്വേഷണ കമ്മീഷനാണല്ലോ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തേ അന്വേഷണ കമ്മീഷന്റെയും ഒക്കെ തന്നെ റിപ്പോർട്ട് വന്ന് കോടതിയുടെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കാതെ ഉടനെ തന്നെ ഒരു പിന്തുണ പ്രഖ്യാപിച്ച് ഈ കൊള്ളയടിച്ചവരുടെ വീട്ടിൽ പോകുക, അവർക്ക് കൊള്ളക്കാർക്ക് പിന്തുണ കൊടുക്കുക, അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല. BJPക്കും ഇതിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉടനെ തന്നെ ഓടിയോടെ പോകേണ്ട കാര്യം എന്താണ്? അതെനിക്കറിയില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നല്ലേ, അറിയാമല്ലോ സാധാരണഗതിയിൽ ഒരു അന്വേഷണം നടക്കുന്ന ഏത് രീതിയിലാണ്, അന്വേഷണ കമ്മീഷൻ ഒരു ആളിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത് ഏത് രീതിയിലാണ്, അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഏത് രീതിയിലാണ്. പ്രത്യേകിച്ച് ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, മതിയായ തെളിവോടുകൂടിയേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയായിരിക്കും പറഞ്ഞത്. എന്തായാലും ഈ തന്ത്രിമാരുടെ ഈ ഏർപ്പാടുണ്ടല്ലോ, ഇനി ആർക്കും എന്ത് ഇഷ്ടപ്പെട്ടാലും. വേറെ തന്ത്രിമാരെ പറ്റി നേരത്തെ പരാതി ഉണ്ടല്ലോ. അപ്പൊ തന്ത്രിമാർക്ക് എന്തു ആവാം. ഇതൊരു സാധാരണക്കാരനാണ് ചെയ്തിരുന്നെങ്കിൽ ഉള്ള സ്ഥിതി എന്തായിരുന്നു? അപ്പൊ തന്ത്രിമാരെ തൊട്ടപ്പം BJPക്ക് വലിയ പ്രയാസം.